ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഈ നിക്കനാളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ അമ്പലത്തിൽ ഇപ്പൊ റെഡി ആയിട്ട് നിന്നപ്പോ ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തതാണ് ട്ടാ. അപ്പൊ ഈ അമ്പലത്തിലേക്ക് പോണ ഈ വഴിയുടെ സൈഡിലൊക്കെ കാണുന്ന പാടമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ആദ്യം മഴക്കാലമൊക്കെ ആകുമ്പോ നല്ല രസമായിരുന്നു കേട്ടോ. ഈ കൊറേ ആമ്പലും ഇങ്ങനെ ഒരു നീല കളർ പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൂടുന്നു. അപ്പൊ ഞങ്ങള് മഴക്കാലമൊക്കെ ആകുമ്പോ ആദ്യം ഇവിടേക്ക് വന്ന് ആമ്പലൊക്കെ പറിക്കുമായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരവൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെ നിറച്ച് വീടൊക്കെ ആയി. ഇപ്പൊ നമ്മുടെ അമ്പലത്തിലേക്ക് എത്താറായിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി, തൊഴുതിറങ്ങിയിട്ടാ. ഇവിടെ സപ്താഹമൊക്കെ നടക്കണായിരുന്നു. 3 ദിവസമായി ഇവിടെ തുടങ്ങിയിട്ട്. ഞങ്ങൾ എന്നാ വന്നെ ബർത്ത്ഡേ ആയിട്ട്. ഇവിടെ കുടുംബക്ഷേത്രം ഉണ്ടാ. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഇരുന്ന് ഇവിടെ ഉത്സവത്തിനൊക്കെ വന്നുകൊണ്ടിരുന്നത്. അന്നൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ ഒരുമിച്ച് പോരുന്ന ടൈമിൽ നമ്മൾ ഇഷ്ടത്തിലൊന്നും ആയിരുന്നില്ല കേട്ടാ. ഇങ്ങനെ അയൽവക്കമൊക്കെ ആയതുകൊണ്ട് പിള്ളേരെല്ലാരും കൂടി ഒരുമിച്ചൊക്കെ ഇരുന്ന് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരുമിച്ചൊക്കെ പോവായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഈ പുള്ളിക്കാരനെ ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര സൈലന്റ് ഒക്കെ ആയതുകൊണ്ട് ആരോടും മിണ്ടൊന്നുമില്ല. അങ്ങനൊക്കെ ഒരു ഇതൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ വീട്ടിലോട്ട് പോണേട്ടാ. അവളെന്തേലും ഒപ്പിച്ചു തരണമെന്നറിയില്ല. ഇതുവരെ ഒരു ക്ലൂ പോലും തന്നിട്ടില്ല. ശരിയാണ്, ഒരു ക്ലൂ പോലും കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ ആമസോണിലാണ് സാധാരണ എല്ലാം ഓൺലൈൻ വഴി വാങ്ങുമ്പോ വാങ്ങാറ്. ഇത് ഞാൻ ഈ വാച്ച് വാങ്ങിച്ചുകൊണ്ട് അതിന്റെ സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ പുള്ളിക്കാരൻ ഇടയ്ക്ക് വന്ന് ആമസോണിലൊക്കെ ഇങ്ങനെ ചെക്കൊക്കെ ചെയ്ത് നോക്കും, വല്ലതും ബുക്ക് ചെയ്തിട്ടുണ്ടോന്നൊക്കെ. അപ്പൊ ഒന്നും ഉണ്ടായില്ല. അപ്പൊ ക്ലൂ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പൊ അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കണേണ് വാതിൽ തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ തുറക്കാൻ പോവേണ്ട. എക്സ്പ്രഷൻ എന്താന്ന് നമുക്കൊന്ന് കാണാം. കുറേ നാളായി ഇവനിങ്ങനെ സ്മാർട്ട് വാച്ചിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്. അപ്പൊ ഞാൻ പിന്നെ ഈ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പിന്നെ വാങ്ങാന്ന് ഇങ്ങനെ ഓരോ ദിവസം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. വാച്ച് വാങ്ങിച്ചെടുക്കേ. എങ്ങനെയുണ്ട്, ഇഷ്ടായ? പിന്നെ ഇഷ്ടായില്ലേ? പിന്നെ നീ വാങ്ങിച്ചെന്നല്ലേ, പിന്നെ ഇഷ്ടാവാതിരിക്കോ? കേക്കും ഞാൻ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു വെച്ചാണ്, പക്ഷെ പാളിപ്പോയി. കാരണം അന്ന് 11 മണിയുടെ ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ നൈറ്റ് 11 മണിയാകുമ്പോ വന്നുന്റെ ഓടി ഫ്രിഡ്ജ് തുറന്നാ നോക്കി. കാരണം അവനറിയാം കേക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ അവന് ഓടി ഫ്രിഡ്ജിൽ കയറി നോക്കിയായിരുന്നു. കേക്കിന്റെ കാര്യത്തിൽ സർപ്രൈസ് പൊളിഞ്ഞു. ഇപ്പൊ ഒരു കാഴ്ച കാണിച്ചു തരാട്ടോ. കഴിച്ചോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടാ.